വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. സംഭവം നമ്മൾ എപ്പോൾ പോത്തിന്റെ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴിന്റെ വീഡിയോ ഇട്ടാലും ആടിന്റെ വീഡിയോ ഇട്ടാലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പന്നിനെ കറി വെക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലോ അതൊക്കെ നമുക്ക് ഹറാമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം. അപ്പോൾ ആ പ്രശ്നം നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോകണം. അതെ, നമ്മൾ പന്നിനെ കറി വെക്കാനായിട്ട് ഞാൻ ചൈനയിലേക്ക് പോകണം. ഇത് തരക്കടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത്. ഞാൻ മാത്രമേ രതീഷിനെ കൂട്ടിട്ട് പോകണം കേട്ടോ. അവനെ കൂട്ടി ഭയങ്കര ചെലവാണ്. അക്ബറിന് അങ്ങനെ ആരോ ഓച്ചാരൊന്നും വേണ്ട. ഞാനും സഹീർ ഭായും, ഞാൻ മുന്നേ ചൈനയ്ക്ക് പോയത് സഹീർ ഭായിന്റെ കൂടെയാണ്. അപ്പൊ സഹീർ ഭായിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ചൈനയിലേക്ക് പോണത് ഇപ്രാവശ്യം. നമ്മളൊന്നും വരാൻ നിർബന്ധിക്കില്ലല്ലോ. അപ്പൊ അവിടെ പോയി നമ്മൾ നല്ല മുഴുത്തൊരു പന്നിന് വാങ്ങിയിട്ട് നല്ല അടിപൊളിയായി ഗ്രില്ല് ചെയ്തിട്ട് ഞാനും കുറച്ച് കഴിച്ചു നോക്കണം എന്താ സംഭവിക്കണമെന്ന് അറിയണല്ലോ. എന്ത് മലവേടന്മാര് പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ട്, തിന്നാൻ തരപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഇവൻ പന്നി കഴിക്കില്ലട്ടാ, ഇവനത് അവന് ഹറാമാണ്. അതെ, അങ്ങനെ ഒരാള് പറഞ്ഞു കിട്ടി. അല്ല, ബഷീർക്കാക്കി ഹറാമൊന്നുമില്ലേ? അപ്പൊ ഇവൻ പന്നി കഴിക്കില്ല. ഞാൻ എന്തായാലും ഇത് കഴിച്ചു നോക്കും. ഇനിയിപ്പോ സഹീർ ഭായി കഴിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഈ പോർക്കച്ചവടത്തിനൊക്കെ നമ്മൾ ഇറങ്ങണോ? ഇതേമാതിരി പല ഏറ്റവും പല മൈനസും പറയും, പക്ഷെ നമ്മൾ പിന്മാറാൻ പാടില്ല. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ. ഇവൻ ബാംഗ്ലൂർ വരെ വരുന്നുണ്ട് നമ്മളെ കൊണ്ടാക്കാനായിട്ട്. ഇവനെ ഞാൻ കൂട്ടുള്ളാൻ തീരുമാനിക്കണം. എപ്പോൾ വീഡിയോ ഇട്ടാലും അതിനടിയിൽ വന്ന് ചോദിക്കും എന്താ കാര്യം, രതീഷിനെ കൊണ്ടുവരിക വെച്ചിട്ട്. രതീഷിനെ കൊണ്ടുപോകണ ചെലവുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോകാന്ന് പറ. CPO സുജിത്ത് വരണ്ട. എന്തായി ദുനിയാവില് ഒരു ബോഡി ഗാർഡും ഈ ഗതി വന്നിട്ടുണ്ടാവില്ല. നാളെ ഞാൻ പോവാണ് പറഞ്ഞപ്പോൾ ചൈനയ്ക്ക് പോയിട്ട് വരാൻ 5-6 ലക്ഷം രൂപ ചെലവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവനെ ഇവിടെ ഇരിക്കട്ടെ. ഇവനെ ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടിട്ട് നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. ഇതൊക്കെ വെട്ടി വൃത്തിയാക്കില്ല. നമുക്ക് അടുത്ത വീഡിയോക്കുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പൊ അവിടുത്തെ കല്ല് സാധനങ്ങളൊക്കെ മാറ്റണം. അവിടെയും കല്ലുകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? രതീഷിന് ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുപോകില്ല എന്നുള്ള നമ്മുടെ ലക്ഷ്യം. അത് ഇവനെ എവിടെയും കൊണ്ടുവരുത്. ഇവന് ഈ പൊട്ടക്കനിലെ തവള പോലെ ഈ ചുട്ടിപ്പറ തന്നെ ഇരിക്കണം. എന്നെ കൂടെ കൊണ്ടുപോടാ. എത്ര നാളായി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഇനി ഞങ്ങള് രണ്ടാളും കൂടി, മൂന്നാളല്ലേ. ഇവരെ കൂട്ടില്ല. എന്താ ഈ വേഷത്തില്? അല്ല, നമുക്ക് പോട്ടെ. എങ്ങോട്ട്? നിന്നെ ആരാ വിളിച്ചേ? അല്ല, മാമച്ചന് സഹായത്തിന്. ഇവരെ നമ്മളെ കൂട്ടില്ല. ടിക്കറ്റ് എടുത്തില്ല. ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അപ്പൊ പന്നിനെ കറി വെക്കാന്നുള്ളൊരു മോഹമായിട്ട് വന്നാണ്. രതീഷിന് ഹറാമാണ്, എനിക്ക് കഴിക്കാൻ പറ്റും. താനെങ്ങനെ ഇവിടെ? ആളുകൾ നമ്മളെ പ്രലോഭിപ്പിക്കണം. നിങ്ങൾ പന്നി വെക്കുക, നമ്മൾ ബീഫൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ പന്നി വെക്കുന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കണം. നമ്പ്യാരെ, താൻ എന്നെ ഇങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കാതെ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.